CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച അഭ്യർത്ഥന സ്വഭാവമുള്ള പ്രസ്താവനയിൽ പറയുന്നത് ഈ PV അൻവറിൻ്റെ പല ആരോപണങ്ങളും പ്രതിപക്ഷത്തിന് ആയുധമായി തീർന്നു, പാർട്ടി ശത്രുക്കൾക്ക് ആയുധമായി തീർന്നുവെന്നാണ്. അത്തരത്തിൽ എന്തായാലും ഒരു ആയുധമാണ് ADGP MR അജിത് കുമാറിനെതിരെ ഉയർത്തിയിരിക്കുന്ന ഒരുപാട് ആരോപണങ്ങൾ. അതിൽ സ്വർണ്ണക്കടത്ത് മുതൽ കൊലപാതകമടക്കം, ചില കേസുകളിലുള്ള ഇൻവോൾവ്മെൻറ്റുകളടക്കം, കൈക്കൂലി അടക്കം, അനധികൃത സ്വത്ത് സമ്പാദനമടക്കം ഒക്കെ ഉണ്ടെങ്കിലും ADGP RSS കൂടിക്കാഴ്ചയുമായി ഉയർന്ന രാഷ്ട്രീയ വിവാദവും പൂരവും അടുത്ത തിരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തായാലും പ്രതിപക്ഷം ഒരു വലിയ രാഷ്ട്രീയ വിഷയമാക്കുമെന്ന നില കെ മുരളീധരൻ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ സമ്മേളന കാലത്ത് പ്രതിപക്ഷം വലിയ ആയുധമാക്കി ഉപയോഗിക്കാൻ പോകുന്നതും PV അൻവർ തന്നെയായിരിക്കും. PV അൻവറിന് പക്ഷേ നിയമസഭയിൽ താൻ പുറത്തുവിട്ടിരിക്കുന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷം തൻ്റെ പാർട്ടിക്കെതിരെ ഇടതുപക്ഷത്തിനെതിരെ നടത്തുന്ന ആക്രമണത്തിൽ ഒരുപക്ഷെ സാക്ഷിയായി ഇരിക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാവും. അല്ലേ റോഷിപാൽ? അരുൺകുമാർ, ഈ വരുന്ന മാസം ഒക്ടോബർ 4 മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന നിയമസഭാ സമ്മേളനം, ആ സഭാ സമ്മേളന ഘട്ടത്തിൽ പ്രതിപക്ഷം പ്രധാനമായും ആയുധമാക്കുക അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണ്. ആരോപണങ്ങൾ ഓരോന്നായി സഭയിൽ ഉന്നയിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ പ്രതിപക്ഷം എടുത്തിരിക്കുന്നത്. ഏതായാലും അത് സംബന്ധിച്ച മറ്റ് തീരുമാനങ്ങൾ അത് പാർലമെൻ്ററി പാർട്ടി യോഗം ഈ സഭാ സമ്മേളനം ചേരുന്ന ആദ്യ ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ചേർന്ന് എടുക്കും. പക്ഷേ അതിനു മുമ്പ് തന്നെ പ്രാഥമികമായി കക്ഷി നേതാക്കൾ തമ്മിലുള്ള കൂടിയാലോചനകൾ പൂർത്തിയായി കഴിഞ്ഞു. അൻവറിന് രാഷ്ട്രീയ സംരക്ഷണം നൽകില്ല, പക്ഷേ അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും പ്രതിപക്ഷം സഭയിലെത്തിക്കും. അതിൽ തൃശ്ശൂർ പൂരം കലക്കിയ സംഭവം, ഒപ്പം തന്നെ ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ, ഇങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങളും, മാമിയുടെ തിരോധാനം അടക്കം, സ്വർണ്ണക്കടത്ത് സംഘവും പോലീസും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അത് MR അജിത് കുമാറിനെതിരെ, P ശശിക്കെതിരെ, ഇങ്ങനെ ഓരോ ആരോപണങ്ങളും അത് ഉന്നയിക്കുമ്പോൾ അത് നേരെ ചെന്ന് പതിക്കുക അത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് നേരെയാകും. മുഖ്യമന്ത്രിയുടെ രാജി നിയമസഭയ്ക്കകത്തും പ്രതിപക്ഷം ആവശ്യപ്പെടും. ഇപ്പോൾ തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഈ അന്നത്തെ അലങ്കോലപ്പെട്ട സംഭവം അത് ആയുധമാക്കി കോൺഗ്രസ് നേതൃത്വം വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ്. നാളെ സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് തലത്തിൽ പ്രതിഷേധമുണ്ട്. തൊട്ടു പിന്നാലെ 28-ന് തൃശ്ശൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നു. പിന്നാലെ തന്നെ സഭാ സമ്മേളനം ചേരുമ്പോൾ സഭയിലും ഈ വിഷയം ഉന്നയിക്കും. പക്ഷേ PV അൻവർ രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ സ്വരം ഉയർത്തി, ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സംരക്ഷണം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. സമാനമായ തീരുമാനം മുസ്ലിം ലീഗും പരസ്യമായി എടുത്തു കഴിഞ്ഞു. ഏതായാലും സഭാ സമ്മേളനത്തിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളായിരിക്കും പ്രതിപക്ഷത്തിന്റെ ആവനാഴിയിലെ പ്രധാന ആയുധങ്ങൾ. അരുൺകുമാർ. ഓക്കെ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റോഷി, നമ്മൾ MR അജിത് കുമാർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് DGP ഇന്നിപ്പോൾ സർക്കാരിന് കൈമാറുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട് വിശദമായി പരിശോധിക്കും. ഹോം സെക്രട്ടറി അവധിയിലായിരുന്നു എന്നാണ് കേട്ടത്. ഇന്ന് ഹോം സെക്രട്ടറി എത്തുന്നതോടുകൂടി ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തും. പൂരം അലങ്കോലപ്പെട്ടതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന ADGPയുടെ അന്വേഷണത്തിലെ കണ്ടെത്തൽ പ്രധാന ഘടകകക്ഷിയെ CP-യുടെ വാദത്തിന് നിരക്കുന്നതല്ല, അത് ആ വാദത്തെ ഖണ്ഡിക്കുന്നതുമാണ്. VS സുനിൽകുമാർ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇന്നലെ അടക്കം ആവർത്തിച്ചിരിക്കുന്നതും ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമായ ഗൂഢാലോചന ഈ തൃശ്ശൂർ പൂരം കലക്കുന്നതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ്. അങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്ന CP-യുടെ വാദത്തിന് ഘടകവിരുദ്ധമായൊരു റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രതിപക്ഷം BJPയും. അതിനിടെ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണവും ഇന്ന് തുടങ്ങുമെന്ന് അറിയുന്നു. നമുക്ക് ആദ്യം ഈ പൂരത്തിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ, റിപ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോൾ മുഖ്യമന്ത്രി എന്ത് നടപടിയെടുക്കും? ഈ അന്വേഷണം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം എന്ന് കരുതുമോ, അതല്ല ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം മുഖ്യമന്ത്രി പരിഗണിക്കാൻ ഇടയുണ്ടോ? കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ പോകുന്നത് ഈ തൃശ്ശൂർ പൂരം കലക്കിയതാണെന്ന് ഇന്നലെ തന്നെ കെ മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് കയ്യിലിരിക്കുന്ന ഒരു ബോംബാണ്, ഒരു ഗ്രനേഡാണ് എന്ന് സർക്കാരിന് തികഞ്ഞ ബോധ്യമുണ്ടാവുമല്ലേ? അരുൺകുമാർ, സംശയമില്ല. ശബരിമല കഴിഞ്ഞതിന് ശേഷം വിശ്വാസികളുടെ അവരുടെ വിശ്വാസം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടായി എന്ന രീതിയിൽ അത് പ്രതിപക്ഷം പ്രചരണം നടത്തും. ഒപ്പം BJPയും അത് ആയുധമാക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണത് സർക്കാർ അല്ലെങ്കിൽ ഇടതുമുന്നണി പ്രതിരോധിക്കുക എന്ന് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനാകും സർക്കാർ ശ്രമിക്കുക. ADGP MR അജിത് കുമാർ കൈമാറിയ റിപ്പോർട്ട് അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ അത് തയ്യാറാക്കിയ ADGPക്കെതിരെ തന്നെ വലിയ വിമർശനവും ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ റിപ്പോർട്ടിൽ വിശ്വാസമില്ലെന്ന് പ്രതിപക്ഷം ഇപ്പോൾ തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു. അതിനൊപ്പം തന്നെ അവിടെയുള്ള
3 സ്ഥാനാർത്ഥികളും, അത് LDF-ൻ്റെതാകട്ടെ UDF-ൻ്റെതാകട്ടെ അത് NDA, 3 സ്ഥാനാർത്ഥികളും ഈ വിഷയത്തിൽ ബാഹ്യ ഇടപെടൽ എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. അന്വേഷണം വേണം, അതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് 3 മുന്നണികളും ഒരുപോലെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സർക്കാർ അത്തരമൊരു തീരുമാനം എടുക്കുകയോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. മുഖ്യമന്ത്രിക്ക് ഇന്ന് തിരുവനന്തപുരത്തിന് പുറത്ത് പല പരിപാടികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മുഖ്യമന്ത്രി അത് പരിശോധിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് വൈകാതെ പോകേണ്ടി വരും. കാരണം അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ DIG ADGP അടക്കമുണ്ടായിട്ടും അവർക്ക് ഈ കാര്യത്തിൽ ഒരു പങ്കാളിത്തവുമില്ല, അവർക്ക് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന തരത്തിൽ അവരെയൊക്കെ വെള്ളപൂശുന്ന ഒരു റിപ്പോർട്ടാണ് DGPക്ക് ADGP കൈമാറിയത്. കമ്മീഷണർക്ക് മാത്രമാണ് ഈ പൂരം അലങ്കോലപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം. ആ പക്വതയില്ലായ്മ അല്ലെങ്കിൽ പരിചയസമ്പത്തിൻ്റെ കുറവാണ് ഈ വീഴ്ചയ്ക്ക് പ്രധാന കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട്. പൂർണ്ണ ഉത്തരവാദിത്വം കമ്മീഷണർക്ക്. അത് പക്ഷേ CPI തന്നെ അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥി ആയിരുന്ന VS സുനിൽകുമാർ തന്നെ അംഗീകരിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം നിർണായകമാകും. ഓക്കെ, റോഷി സ്വർണ്ണമൊക്കെ വാങ്ങുന്നുണ്ടോ? അടുത്തിടെ സ്വർണ്ണം വാങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് വാങ്ങാൻ പോകണ്ട. നല്ല സ്വർണ്ണത്തിന് ഉയർന്ന വിലയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വില സർവകാല റെക്കോർഡിൽ എത്തിയിട്ടുണ്ട്. 6960 രൂപയാണ് ഗ്രാമിന് സ്വർണ്ണത്തിൻ്റെ വില. 55,680 രൂപയാണ്. അടുത്ത കാലത്തൊക്കെ സ്വർണ്ണം വാങ്ങാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. എന്തായാലും റോഷി, ഇത് പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ എന്തായാലും ഒരു സ്വർണ്ണാഭരണം തന്നെ കിട്ടിയിട്ടുണ്ട്. PV അൻവർ പറഞ്ഞോളൂ റോഷി. അതെ 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 അരുൺകുമാർ ഈ പിന്നെ ഭാര്യയും മകളും സ്വർണത്തോട് വലിയൊരു താല്പര്യം ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയില്ല. കേരളത്തിൽ പ്രതിപക്ഷത്തിന് ഇല്ല ആശങ്കയില്ല, ആ കാര്യത്തിൽ ആശങ്കയില്ല. പക്ഷെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ ഒരു സ്വർണം ലഭിക്കാനില്ല. അത് അൻവർ ഇപ്പോൾ പ്രതിപക്ഷത്തിന് സ്വർണമാണ്. പക്ഷേ പരസ്യമായി അൻവറിനെ ചേർത്തു നിർത്തുന്നില്ല എന്ന് മാത്രം. കറക്റ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം റോഷി. വരുന്ന ദിവസങ്ങളിൽ നിയമസഭാ സമ്മേളനങ്ങൾ പ്രക്ഷുബ്ധമാകുമ്പോൾ ഇതിൽ PV അൻവർ തൻ്റെ ആരോപണങ്ങൾ എടുത്ത് പ്രതിപക്ഷം അലക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? അപ്പോഴാണ് അദ്ദേഹം ശരിക്കും പാർട്ടി ഉയർത്തിയ ആശങ്ക മനസ്സിലാക്കുക. ഇത് പാർട്ടിക്ക് താൻ തന്നെ ഒരു വടിയെടുത്ത് കൊടുത്ത് പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ കൊടുത്ത് പാർട്ടി അടിക്കാൻ കൊടുത്തതാണോ എന്നൊരു പക്ഷേ വരുന്ന ദിവസങ്ങളിൽ PV അൻവർ കുറച്ച് ഞെട്ടലോടുകൂടി തിരിച്ചറിയുമായിരിക്കും. കാര്യം പ്രതിപക്ഷം അണിയറയിൽ നീക്കുന്നത് PV അൻവറിനെ മുൻനിർത്തിയുള്ള നീക്കങ്ങളാണെന്നാണ് മനസ്സിലാക്കുന്നത്. നിയമസഭാ സമ്മേളനം തുടങ്ങട്ടെ, ബഹുപൂരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പൂരം തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി തീരും.